അവർക്ക് അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള അവകാശം ഈ ഭൂമിയിലുണ്ട്. അതേസമയം അവർ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തോട് എനിക്ക് യോജിപ്പില്ല. നാളെയിൽ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുമായി കയറി വരുമ്പോൾ അമ്മയ്ക്കും അച്ഛനും സംശയം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഈ ഭൂമിയിൽ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരാണും ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നുറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊക്കെ ഒരുപാട് സുഹൃത്തുക്കളുടെ കൂടെ, എന്റെ കുട്ടിക്കാലത്ത് ഒരുപാട് കൂട്ടുകാരുടെ കൂടെ ഒരുപാട് വീടുകളിൽ, എത്രയോ വീടുകളിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളതാണ്. ഇന്നൊരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയി കിടക്കാന്ന് പറയുമ്പോൾ എന്റെ വീട്ടിൽ എനിക്ക് യാതൊരു എതിർപ്പുമില്ല. കാര്യം സന്തോഷത്തോടെ പറഞ്ഞുവിടും. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ഇത്തരം ചിന്താഗതികൾ സമൂഹത്തിൽ നാളെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ ആ രണ്ട് പുരുഷന്മാർ ഒരു റൂമിൽ കയറി കഥവടച്ചു കഴിഞ്ഞാൽ മറ്റേ പണിക്കാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് സമൂഹം മാറി തുടങ്ങിയിരിക്കുന്നതിന്റെ കാരണം ഇത്തരം മനുഷ്യർ ഇവിടെ സൃഷ്ടിക്കുന്ന മനോഭാവങ്ങളാണ്. അതേസമയം അവർക്ക് ജീവിക്കണോ, അവർ ജീവിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് അവരാളും അനുകരിക്കാതിരിക്കണം എന്ന് മാത്രമേ ഞാൻ പറയാം. അതാണ് ഡിബേറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതാണ് ആശയപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതേസമയം ഈ രണ്ട് ഇൻഡിവിജ്വൽസിനോട്, ആതിരയോടും നൂറയോടും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു വിരോധമില്ല. അവരെ ആ രണ്ടുപേരെയും എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ശരിയാണല്ലോ, അഖിൽ പറഞ്ഞതിൽ രസകരമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒരു ആണും ഇപ്പോൾ ഒരുമിച്ച് ഒരു മുറിയെടുക്കുന്ന സമയത്ത് ചില ആളുകൾ അപവാദം പറയാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ചില ആളുകൾ അടക്കം ചിരിക്കുന്നതായി കണ്ടതായി ചില ആളുകൾ അഭിപ്രായപ്പെടുന്നു. ഒരു പാർക്കിൽ രണ്ട് ആണുങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയാനായിട്ട് പറ്റത്തില്ല, അവിടെയും കള്ളച്ചിരിയോടെ നോക്കി കമൻ്റ് അടിക്കുന്ന ആളുകളെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ സമൂഹം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു ആണിനെയും അല്ലെങ്കിൽ ഒരു പെണ്ണിനെയും അല്ലെങ്കിൽ ആണിനെയും പെണ്ണിനെയും ഇങ്ങനെയുള്ള ഒന്നിനെ നോക്കി കമൻ്റ് അടിക്കുന്ന ഒരു സമൂഹം ആയിരുന്നില്ല നമ്മുടേത്. ആദില, നൂറ എന്നിവരെ പോലുള്ള ആളുകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ഹെറ്ററോസെക്ഷൽ അല്ലാത്ത ആളുകളുടെ ചില കടന്നുവരവോടെയാണ് നമ്മുടെ പാവപ്പെട്ടവരായിട്ടുള്ള നല്ലവന്മാരായിട്ടുള്ള മാന്യന്മാരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള കമൻറ്റുകളൊക്കെ അടിക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ഈ ആണും പെണ്ണും ഇണ ചേരുന്ന, ആണും പെണ്ണും പ്രണയം പങ്കിട്ടിരുന്ന, ആണും പെണ്ണും മാത്രമുള്ള ഒരു ലോകത്തിൽ ഇങ്ങനെയുള്ള കമൻ്റടികൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണല്ലോ. ഇവിടെ ആർക്കാണ് ഈ ഒന്നിച്ച് ഒരാളുടെ കൂടെ നടന്നു പോകാനായിട്ട് സ്വാതന്ത്ര്യമുള്ള ആളുകൾ? ആരാണ്? ഒരു അച്ഛനും മകളും കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ കണ്ടാൽ പ്രായം കൊണ്ട് ഇവർ തമ്മിൽ വലിയ മാച്ചൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ നോക്കി അപവാദം പറയുന്ന ആളുകളുള്ള നാടാണ് കേരളം. ഒരു അമ്മയും മകനും കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അവരേതെങ്കിലും ഒരു ദൂരസ്ഥലത്ത് പോയതിന് ശേഷം വന്നൊരു റൂം എടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രായം കാഴ്ചയിൽ ഊഹിക്കാനായിട്ട് പറ്റുന്നില്ല, അവരുടെ ബന്ധം കാഴ്ചയിൽ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ നോക്കി കമൻറ്റ് പറയുന്ന, അവർക്കിടയിലേക്ക് സദാചാര പോലീസായി കടന്നു വരുന്ന ആളുകളുള്ള നാടാണ് ഇവിടെ. അവിടെ ഈ ആണും ഇനി ഒരുമിച്ച് നടന്നു പോകുന്ന സമയത്ത് ആളുകൾ കമൻ്റ് അടിക്കുമല്ലോ എന്നുള്ള പേടി കൊണ്ട് ഏതെങ്കിലും ഒരു ആശയത്തെ, ഏതെങ്കിലും ഒരു വ്യക്തികളെ അല്ലെങ്കിൽ മനുഷ്യാവകാശത്തെ ക്യാൻസൽ ചെയ്യണം എന്നൊക്കെയുള്ള ആകുലതകൾ ബഹുകേമം കെങ്കേമം കോമഡിയായി മാറിയിട്ടുണ്ട്. അഖിൽ മാരാറെ പോലുള്ള ആളുകളുടെയൊക്കെ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഒത്തിരിയധികം ആളുകൾ സ്വാധീനിക്കപ്പെടും. അപ്പോൾ അഖിലിൻ്റെ റേഞ്ചിൽ നിന്ന് അത്തരത്തിലുള്ള ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് അത്ര വശമുള്ളൊരു സംഗതിയല്ല. എന്നാലും ആകുലതയെ മറ്റൊരു ആകുലതയും കൊണ്ട് ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിൽ ആണായിട്ടും പെണ്ണായിട്ടും ഒക്കെ പിള്ളേരുണ്ട്. അതിൽ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയായിട്ട് കയറി വന്നാലോ, ആൺകുട്ടി മറ്റൊരു ആൺകുട്ടിയായിട്ട് കയറി വന്നാലോ എന്നൊക്കെ ഉള്ളതാണല്ലോ ആകുലത. എനിക്കും ഉണ്ട് ആകുലത. ഞാനപ്പോൾ എൻ്റെ ഒരു ആകുലത അങ്ങ് പങ്കുവയ്ക്കാം. നമ്മുടെയൊക്കെ പ്രശ്നം എന്നാണ്? നമ്മളുടെ കുട്ടികൾ ഇങ്ങനെ ആയി പോവുക എന്നുള്ളതാണല്ലോ പ്രശ്നം. നമ്മുടെ കുട്ടികളുടെ ജീവിതം കോഞ്ഞാട്ടയായി പോവോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്ന് ചിന്തിച്ചൂടെ? പല വീടുകളിലും ഈ ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള ആളുകളൊക്കെ കുട്ടികളായിട്ട് ജനിക്കുന്നുണ്ട്. അവരിൽ പല ആളുകളുടെയും സെക്ഷൽ ഓറിയൻറ്റേഷനൊക്കെ അങ്ങനെയാണ്. അവരിലെ ചില ആൺകുട്ടികൾക്ക് ആൺകുട്ടികളോടാണ് അട്രാക്ഷൻ, പെൺകുട്ടികൾക്ക് പെൺകുട്ടികളോടാണ് അട്രാക്ഷൻ. രണ്ട് കൂട്ടരോടും അട്രാക്ഷനുള്ള ബൈസെക്ഷലായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യത്തെ ഒന്നും അംഗീകരിക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യത്തെയൊക്കെ നമ്മളിങ്ങനെ വളരെ മോശം എന്നുള്ള രീതിയിൽ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ പറയുന്ന വീട്ടുകാർ ആ പറയുന്ന കുട്ടികളെ പേടിപ്പിച്ച് ഫോഴ്സ് ചെയ്ത് അവരുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ പുറത്ത് പറയിപ്പിക്കാതെ ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കും. നമ്മൾ വലിയ ആകുലതയാണല്ലോ നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ട്, നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ കുറിച്ചിട്ട് വലിയ ആകുലതയാണ്, ആൺകുട്ടികളെ കുറിച്ചിട്ട് വലിയ ആകുലതയാണ്. ഈ ആകുലതയുള്ള നമ്മുടെ കുട്ടികളുടെ തലയിലേക്ക് അവർ അറേഞ്ച്ഡ് മാരേജ് വഴിയൊക്കെ ഈ പറയുന്ന ആളുകളെ വെച്ച് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഒത്തിരി കേസുകൾ. എത്രയോ പെൺകുട്ടികളുടെ ജീവിതങ്ങൾ അങ്ങനെ തകർന്നിട്ടുണ്ട്. പല ആളുകളും പുറത്ത് പറയില്ല. പുറത്ത് പറയാനായിട്ട് നാണക്കേടാണ്. വിവാഹത്തിന് ശേഷമാണ് അറിയുന്നത്. ഒത്തിരി സംഭവമുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ മതി. ഒത്തിരി സംഭവങ്ങളുണ്ട്. വിവാഹത്തിന് ശേഷം അറിയുന്നു പയ്യൻ ഒരു ഗേ ആണ്. അവൻ ഈ പെൺകുട്ടിയോട് യാതൊരുവിധ താല്പര്യമില്ല. ജീവിതം കോഞ്ഞാട്ടെ ആയോ ഇല്ലയോ, വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി അവനെ തന്നെ മനസ്സിലാകാതെ വിവാഹത്തിന് ശേഷം എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിച്ചതാണ്. ആരെയാണ് കെട്ടിച്ചത്? നമ്മുടെ പെൺകുഞ്ഞിനെ ആണെന്നുണ്ടെങ്കിൽ കൊച്ചിൻ്റെ ജീവിതം പോയോ? അപ്പോൾ അതൊരു ആകുലതയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളൊക്കെ അങ്ങനെയുള്ള ജീവിതം ജീവിച്ചോട്ടെ. നമ്മുടെ കുട്ടികൾ ഹെറ്ററോസെക്ഷൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ആളുകളെ കിട്ടട്ടെ.
ഇത് ലോകാരംഭം മുതലുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുണ്ട്, എല്ലാ ജെൻഡറിലുള്ള ആൾക്കാരുണ്ട്, എല്ലാ സെക്ഷൽ ഓറിയൻറ്റേഷനിലുള്ള ആൾക്കാരുണ്ട്. ഇത് ലോകാരംഭം മുതലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള രീതിയിൽ ജീവിക്കട്ടെന്നേ. നിങ്ങളിങ്ങനെ ആളുകളെ പേടിപ്പിച്ച് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി കഴിഞ്ഞാൽ പല ആളുകൾ അഭിനയിക്കും. അങ്ങനെ അഭിനയിക്കുന്ന ആളുകൾ മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ വലിയ വില്ലന്മാരായി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീകളുമായിട്ടുള്ള ഏത് തരം ബന്ധത്തിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിലും നിയമപരമായിട്ട് വലിയ റിസ്ക് അതിനകത്തൊക്കെ ഉണ്ട്. ഇതേപോലെയുള്ള കേസുകൾ ധാരാളമായിട്ടുണ്ട്. ഹോമോസെക്ഷൽസ് ആയിട്ടുള്ള സ്ത്രീകൾ, പെൺകുട്ടികൾ, അവരുടെ വീട്ടിലുള്ള ആളുകൾക്ക് ഇവരുടെ ഈ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ അറിയില്ല, അല്ലെങ്കിൽ വീട്ടിലുള്ള ആളുകൾ ആദിലെ നൂറയൊക്കെ പോലെയുള്ള ആ ഒരു സാഹചര്യങ്ങൾ കണ്ടുപിടിച്ച സമയത്ത് ഇവരെ ഇങ്ങനെ വിലക്കി, അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ട് വേറൊരു വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുകയാണ്. വീട്ടുകാർ പറയുന്നില്ല, ഈ പെൺകുട്ടി പറയുന്നില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം രക്ഷപ്പെടാമെന്ന് പ്ലാൻ ചെയ്തിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഹോമോസെക്ഷൽ ആയിട്ടുള്ള പെണ്ണാണ് എന്നുണ്ടെങ്കിൽ ഈ വലിയ സ്വപ്നങ്ങളോടെ, ഹെട്രോസെക്ഷൽ സ്വപ്നങ്ങളോടെ, വലിയ മസ്കുലിൻ സ്വപ്നങ്ങളോടെ വിവാഹബന്ധത്തിലേക്ക് കിടക്കുന്ന ഒരു ആണിന് അത് പ്രശ്നമാണോ അല്ലയോ? അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ അങ്ങനെ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ച് നമുക്ക് പറ്റുന്ന ആളുകളുമായിട്ട് ജീവിതം ആരംഭിക്കാനായിട്ട് ശ്രമിക്കുക. ആളുകൾക്ക് ഇതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല. ഒത്തിരിയധികം ആളുകളുടെ ജീവിതത്തിലെ പ്രധാന വില്ലനാണ് ഈ പറയുന്ന സെക്ഷൽ ഓറിയൻറ്റേഷൻ പ്രശ്നങ്ങളൊക്കെ. ഇപ്പോൾ ബൈസെക്ഷൽ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, ബൈസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളെല്ലാ ആഴ്ചയും ഇങ്ങനെ വാർത്തകളൊക്കെ കേൾക്കാറില്ലേ? ചില പണ്ഡിതന്മാരൊക്കെ കുട്ടികളെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ആൺകുട്ടികളെ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഉള്ളത്. അവരൊക്കെ ജീവിതത്തിൽ ഭാര്യയൊക്കെ ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ ബൈസെക്ഷൽസ് ആണ്. മതം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം കൊണ്ടോ അവർ വായിച്ച പുസ്തകം കൊണ്ടോ അവർക്ക് അതിനെ തടയാനായിട്ട് പറ്റിയില്ല. ഈ പറയുന്ന പഴയ ജനറേഷനുള്ള ആളുകൾക്ക്, എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജനറേഷനുള്ള ആളുകൾക്ക് തന്നെ, 90s വസന്തങ്ങളായിട്ടുള്ള ആളുകൾക്ക് തന്നെ ഇതിനെക്കുറിച്ചിട്ട് വലിയ ധാരണയൊന്നുമില്ല. ജീവിതത്തിൽ ഇത് വന്നു കഴിയുമ്പോഴേ ഇതിൻ്റെ പ്രശ്നം മനസ്സിലാകത്തുള്ളൂ. ഒത്തിരിയധികം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. ഒത്തിരിയധികം സ്ത്രീകൾ ഈ LGBTQ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെ മെസ്സേജസ് വരാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ചിലപ്പം ഈ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു 3-4 എക്സ്പീരിയൻസ് പേഴ്സണലി കേട്ടിട്ടുണ്ട്. അവർ മറ്റുള്ള പല ആളുകളോടും അത് പറയണമെന്ന് നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് UK-യിലേക്കും കാനഡയിലേക്കൊക്കെ വിവാഹം കഴിച്ചിട്ട്, ജർമ്മനിയിലേക്കൊക്കെ വിവാഹം കഴിച്ചിട്ട് പോയ ചില ആളുകൾ പറഞ്ഞാണ് ഇവിടെ നിന്ന് വലിയ ആർപ്പ് വിളികളോടെ ആരവത്തോടെ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം അങ്ങടേക്ക് പോയി. അവിടെ ചെന്ന സമയത്താണ് മനസ്സിലായത് അയാൾ ഗേ ആണ്. നാട്ടിലുള്ള ആളുകളോട് ഈ ഒരു കാര്യമൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട്, ഇവർ നാട്ടിൽ വലിയ കൊമ്പത്തെ കുടുംബക്കാരായതുകൊണ്ട് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇയാൾ ഇങ്ങനൊരു നാടകത്തിന് വിധേയനായിട്ടുള്ള വ്യക്തിയാണ്. അവിടെ ചെന്നിട്ട് പറയുകയാണ്, നീ നിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചോളാം, നിനക്ക് ഇങ്ങടേക്ക് വരാനായിട്ട് പറ്റിയില്ലേ? ശരിക്കും പറഞ്ഞാൽ എത്ര ആളുകൾക്ക് അങ്ങനെ ഒരു അവസരത്തെ ഉപയോഗിച്ച് അങ്ങനെ അവരുടെ സന്തോഷത്തിനും ഇവരുടെ സന്തോഷത്തിനും എന്നൊക്കെ പറഞ്ഞിട്ട് കുടുംബമില്ലാതെ ജീവിക്കാനായിട്ട് പറ്റും? അതിലേറ്റവും വേദനാജനകമായിട്ട് എനിക്ക് തോന്നിയത്, ഒരു സ്ത്രീ അവിടെ ചെന്നപ്പോഴത്തേന് ഈ ഭർത്താവിൻ്റെ പങ്കാളി അവിടെയുണ്ട്. അവർ രണ്ടുപേരും ഒരു മുറിയിൽ താമസിക്കുന്നു, ഈ സ്ത്രീ വേറൊരു മുറിയിൽ താമസിക്കുന്നു. ഗേ ആയിരുന്നു ആ ഒരു ചെറുപ്പക്കാരൻ. നാട്ടിലെ വലിയ കൊമ്പത്തെ ക്രിസ്ത്യൻ കുടുംബമാണ്. ഇങ്ങനെയുള്ള എത്രയോ സാഹചര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഈ ഒരു സാഹചര്യങ്ങളെയാണ് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഈ ഒരു കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തടയേണ്ടത്. നമ്മളുടെ കുട്ടികൾക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, നമുക്ക് വേണ്ടടേ, നമുക്ക് വേണ്ട. നമുക്ക് എല്ലാവരെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നല്ല കുടുംബങ്ങൾ രൂപീകരിക്കാനായിട്ടുള്ള ഒരു പ്രായവും പക്വതയും അതേപോലെ തന്നെ മെൻ്റലി ആൻഡ് ഫിസിക്കലി അതിനോട് ഒക്കുന്ന ചില ആളുകളുടെ കുടുംബങ്ങൾ മാത്രം മതി. അല്ലാത്ത താല്പര്യമില്ലാത്ത, ചേരേണ്ടാത്ത ആളുകളെ തമ്മിൽ ചേർത്ത് അവരൊരു കുടുംബം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ധർമ്മത്തിലേക്ക് നമ്മൾ പോവേണ്ട ആവശ്യമൊന്നുമില്ല. അനുകരണം എന്ന് പറയുന്ന ഒരു സംഗതി അത് കോമഡിയാണ്. ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാൾക്ക് അനുകരിക്കാനായിട്ട് ഇഷ്ടം പോലെ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള വണ്ടർഫുൾ ബന്ധങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. എന്തോ ഒരു സിനിമകളുണ്ട്, എന്തോ ഒരു ആർട്ട് ഫോംസ്, എല്ലാ ആർട്ട് ഫോംസിലും ഈ ഒരു പ്രണയം, നമ്മുടെ ലിറ്ററേച്ചർ എല്ലാം വഴി ഹെട്രോസെക്ഷൽ എന്ന് പറയുമ്പോൾ എന്താണ്, ആണും പെണ്ണും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ വർണ്ണിക്കുകയല്ലേ. അതൊക്കെ കണ്ടിട്ട് അവർ ഇൻഫ്ലുവൻസ്ഡ് ആയിക്കോളും. അതിനെ കടത്തി വയ്ക്കുന്ന ഒരു ഹോമോസെക്ഷൽ സാധനമൊന്നും, ഹെട്രോസെക്ഷൽസിനും അട്രാക്ഷൻ തോന്നുന്ന ഒരു ഹോമോസെക്ഷൽ സാധനമൊന്നും ഇതുവരെ ലോകത്ത് വന്നിട്ടില്ല. നമ്മുടെ സെക്ഷൽ ഓറിയൻറ്റേഷൻ അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് ആകർഷണവും അല്ലെങ്കിൽ അനുകരണമൊക്കെ തോന്നത്തുള്ളൂ. നിങ്ങളുടെ കുട്ടികൾ ഹോമോസെക്ഷൽ ആണെങ്കിൽ മാത്രമേ അവർക്ക് അത്തരത്തിലുള്ള ബന്ധങ്ങളിൽ ഒരു ആകർഷണം തോന്നത്തുള്ളൂ. നിങ്ങൾ ഹെട്രോസെക്ഷൽ ആയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഹോമോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുടെ ആ ഒരു രീതികളോട് ഒരു ഇഷ്ടം തോന്നാത്തത്. അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടാവത്തുള്ളൂ. ശരിക്കും ആർക്കാണ് പേടി? ചതിയന്മാർക്കാണ് പേടി. തങ്ങളുടെ മക്കൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ തങ്ങളുടെ വീട്ടിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവർ ആ ഒരു ചിന്ത പുറത്തെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ തലയിലേക്ക് കെട്ടിവെച്ച് കൊടുക്കാനായിട്ടുള്ള എൻ്റെ ഉദ്യമത്തെ അത് ബാധിക്കുമല്ലോ എന്നുള്ളൊരു പേടി. വേറൊരുത്തൻ്റെ ജീവിതം നശിപ്പിക്കുന്ന പരിപാടിയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്.
അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്വമേധയാ പുറത്ത് പറഞ്ഞ് അവരവരായിട്ട് ജീവിക്കട്ടെന്നേ. നിങ്ങൾ ഈ അപകടം വരുത്തി വെക്കരുതേ. ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ ആളുകളെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് വലിയ സമാധാനം കിട്ടുമെന്നുള്ളത്. മണ്ടത്തരമാണ്. ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ അവരവരായിട്ട് ജീവിക്കും, അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ചുറ്റുപാടുകളിലും കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഡേറ്റിനെ പണി കിട്ടുന്നേ. വിവാഹ ജീവിതത്തിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും ഞാൻ പല ആളുകളോടും പറയുന്ന ഒരു കാര്യമാണ്, സ്വാതന്ത്ര്യം കൊടുക്കുക. നിങ്ങളൊരു പ്രണയത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്ന ചില സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ അങ്ങോട്ട് വിട്ടുകൊടുക്കുക. മറ്റൊരു വാക്ക് കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ആ ഒരു സ്വാതന്ത്ര്യം യൂസ് ചെയ്യുകയാണ്. രണ്ട് ആളുകൾ അവർ പരസ്പരം ഒന്നിച്ച് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സ്വാതന്ത്ര്യം ഇങ്ങോട്ട് കൊടുത്തേക്കുക, പരസ്പരം ഇഷ്ടംപോലെ സ്വാതന്ത്ര്യം കൊടുത്തേക്കുക. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അവരാവുന്ന സമയത്ത് നിങ്ങൾക്ക് പറ്റിയ ആളാണോ എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ അഭിനയിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൈകി മാത്രം നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അവർ നിങ്ങളെ ചതിക്കുകയായിരുന്നു എന്നുള്ളത്. വേദന അതികഠിനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കെട്ടിപ്പൂട്ടലുകൾ കൊണ്ട് നാട് നന്നാക്കാം എന്നൊന്നും വിചാരിക്കരുത്. മണ്ടത്തരമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.